മറ്റു വാർത്തകളിലേക്ക് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് കനത്ത തിരിച്ചടി. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളിയെ ഹൈക്കോടതി നീക്കി. ബോർഡ് അംഗങ്ങളെയും അയോഗ്യരാക്കി. വിമതരുടെ ഹർജിയിലാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള SNDP യോഗം അത് 2006 മുതൽ കണക്കുകൾ ബോധിപ്പിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രൊഫസർ MK സാനു അടക്കമുള്ളവർ കോടതിയിലേക്ക് എത്തിച്ചത്. അന്തരിച്ച MK സാനുവിനൊപ്പം തന്നെ മറ്റ് ചിലരും തന്നെ ഈ കേസിലെ കക്ഷികളാണ്. അവരും തന്നെയും ഈ ആവശ്യം ഉന്നയിച്ച് കോടതിയിലേക്ക് എത്തുകയായിരുന്നു. കണക്കുകൾ ബോധിപ്പിച്ചിട്ടില്ല, കൃത്യമായ കണക്കുകൾ ഒരിക്കലും ഇത് അവതരിപ്പിക്കുന്നില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറിയുടേത് ഏകാധിപത്യമായ ശൈലിയിലാണിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരോടും ഒരു കണക്കും ബോധിപ്പിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ SNDPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട് എന്നതെല്ലാമാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതിൽ വെള്ളാപ്പള്ളി നടേശനെ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം കൊണ്ടുവരണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ്, ഹർജിയിലെ വാദം കേട്ടതിനു ശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതി അതിൻ്റെ ഉത്തരവിലേക്ക് കടക്കുകയും SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ നീക്കം ചെയ്യുകയായും ഉത്തരവിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഡയറക്ടർ ബോർഡിനെയും പൂർണ്ണമായും നീക്കിയിട്ടുണ്ട്. ഇതിൽ SNDP യോഗം വൈസ് പ്രസിഡന്റും വെള്ളാപ്പള്ളി നടേശൻ്റെ മകനുമായ തുഷാർ വെള്ളാപ്പള്ളി, അതോടൊപ്പം തന്നെ പ്രസിഡന്റ് MN സോമൻ, അതോടൊപ്പം ദേവസ്വം ബോർഡ് അംഗമായ അരയക്കണ്ടി സന്തോഷ് എന്നിവരെയും ഇതിൽ നിന്ന് നീക്കം ചെയ്തതായി